ബിഗ് ബോസ് സീസൺ 6 അവസാനത്തെ നിമിഷത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 9ാമത്തെ ആഴ്ചയിലെ വാശിയേറിയ പോരാട്ടമാണ്, ഭയങ്കര വോട്ടിംഗ് യുദ്ധമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1ാം സ്ഥാനം ജിൻഡോ തന്നെയാണ്. 2,41,659 വോട്ടോടെ 1ാം സ്ഥാനം ജിൻഡോ നേടിയിരിക്കുന്നു. 2ാം സ്ഥാനം വരുമ്പോൾ സിജോണ്. 1,99,754 വോട്ടോടെ സിജോ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം വെച്ചിട്ട് നല്ല അത്യാവശ്യം വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് ജിൻഡോൻ്റെ ഒരു പവർ. 3ാം സ്ഥാനം നോക്കുമ്പോൾ ശ്രീധുവാണ്. 1,97,437 വോട്ടോടെ ശ്രീധു 3ാം സ്ഥാനത്ത് ഇരിക്കുന്നു. 4ാം സ്ഥാനം നോക്കുമ്പോൾ അപ്സരയാണ്. 1,88,659 വോട്ടോടെ അപ്സര 4ാം സ്ഥാനം ഇരിക്കുന്നു. 5ാം സ്ഥാനം വരുമ്പോൾ അവിടെ നന്ദന സേവ് ആയിരിക്കുന്നു. നോക്കുമ്പോൾ 1,53,672 വോട്ടോടെ നന്ദന 5ാം സ്ഥാനം ഇരിക്കുന്നു. 6ാം സ്ഥാനം നോക്കുമ്പോൾ ശരണ്യാണ്. 1,51,007 വോട്ടോടെ ശരണ്യ 6ാം സ്ഥാനം എടുക്കുന്നത്. 7ാം സ്ഥാനം ഏറ്റവും അവസാനം ഡേഞ്ചർ സോണിലേക്ക് ശ്രീരേഖയാണ്. 1,40,921 വോട്ടോടെ ശ്രീരേഖ ഡേഞ്ചർ സോണാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം. ശരണ്യ അല്ലെങ്കിൽ ശ്രീരേഖ ഇതിലേതിലൊരാൾ പോകാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. ഇതിൽ ശരണ്യ ശ്രീരേഖയുടെ വ്യത്യാസം ചില്ലറ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു 2,000 2,000 ഒന്നുമില്ല, ഒരു 1000 സംതിങ് ഒരു വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ. അപ്പോൾ ഇത് ഇപ്പോൾ രാത്രി 12 മണി വരെ ടൈമുള്ളത്. ഇപ്പോൾ എപ്പോൾ വേണേലും ഇത് മാറി മറിഞ്ഞ് വരാം എന്തായാലും. ഇപ്പോൾ ഇവർ 2 പേരിൽ ഒരാൾ എന്തായാലും ഔട്ടാവും. അപ്പോൾ ഔട്ടാവുന്നത് ആരാന്ന് നമ്മൾ പിന്നെ നാളെ അപ്ഡേറ്റ് ചെയ്യും. ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് നാളെ ഔട്ടാവുന്നത് ആരാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ 2 പേര് കൺഫേം ആണ്. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും ശ്രീരേഖേനെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത്. ഇനി അപ്പോൾ എന്തായാലും നന്ദന വരെ ജിൻഡോ, സിജോ, ശ്രീജു, അപ്സര, നന്ദന വരെ ഒരു സേവാണ്, പേടിക്കാൻ നിൽക്കണ്ട. ഇനി നന്ദനൊക്കെ ചെറിയ ഭീഷണി വരാമെന്ന് വെച്ചാൽ വരാൻ ചാൻസ് ഉണ്ട്. ആകെ 2,000 വോട്ടിനാണ് നന്ദന ലീഡ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നന്ദന അപ്സരയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ലീഡുണ്ട്. പക്ഷെ ഇവരെ നോക്കുമ്പോൾ 2,000 വോട്ടിനാണ് ലീഡ് നിൽക്കുന്നത്. അപ്പോൾ ശരണ്യ, ശ്രീരേഖ ഇതിലേതിലൊരാൾ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്.